നമസ്കാരം. പാളയം ഇമാം സുഹൈബ് മൗലവി അദ്ദേഹം എന്തോ ഒരു വലിയ തെറ്റ് ചെയ്ത പോലെയാണ് ചില ആളുകളുടെ സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണം. ആദ്യമേ ഞാൻ പറയട്ടെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഒരു പ്രസംഗം നടത്തിയിരുന്നു. അതായത് വിശ്വാസികളോട്, പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളോട്, ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് നോമ്പാണെങ്കിലും അവർക്ക് വേണ്ട ഭക്ഷണ വിഭവങ്ങൾ കരുതി വെക്കണം, പള്ളികളുടെ ഗേറ്റൊക്കെ തുറന്നു കൊടുക്കണം, അവരവരുടെ പ്രാർത്ഥനകളും പരിപാടികളും ഒക്കെ നടത്തിപ്പോകട്ടെ, നമ്മൾ സഹായിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി കൈയടിച്ച ആളുകൾ, അദ്ദേഹത്തോടൊപ്പം നിന്ന ആളുകൾ പലരും ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. അവരെയൊന്നും ഇപ്പോൾ കാണുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ഞാൻ അന്നും ഇന്നും ഇവിടെ സുഹൈബ് മൗലവിയുടെ കൂടെയാണ്, പാളയം ഇമാമിന്റെ കൂടെയാണ്. കാരണം അദ്ദേഹം അന്ന് പറഞ്ഞതും നല്ല കാര്യമാണ്, ഇന്ന് പറഞ്ഞതും അദ്ദേഹം നല്ല കാര്യമാണ്, പറയേണ്ടത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇന്ന് അദ്ദേഹം പറഞ്ഞത് ഈ സമാധാനം പുനഃസ്ഥാപിക്കണം, യുദ്ധം അവസാനിപ്പിക്കണം. ഒരുപാട് ആളുകൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് വല്ലാത്ത സങ്കടത്തിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ പൗരന്മാർ, മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ. അവർക്കൊന്നും മനസമാധാനത്തോടു കൂടി ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. വലിയ സ്ഫോടനങ്ങളും അതുപോലെ തന്നെ പുതിയ പുതിയ വാർത്തകളുമാണ് ദിനംപ്രതി അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പരമാവധി ഇറാൻ മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിച്ച് ഒരു കരാറിലെത്തണം, യുദ്ധം അവസാനിപ്പിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇവിടെ ഇറാൻ മുന്നോട്ട് വെച്ച ഉപാധികൾ എന്ന് പറഞ്ഞത് ചില ആളുകൾക്കൊന്നും പിടിച്ചില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ മതനിയമം മാറ്റി എഴുതണം, എങ്കിലേ പ്രശ്നങ്ങൾ അവസാനിക്കൂ എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ രംഗത്തെത്തിയത്. എന്തായാലും അദ്ദേഹം പറഞ്ഞതാണ് ശരി. അതിന്റെ വിശദീകരണവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതായത് ആദ്യം ഇറാനെ അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ് ആക്രമിച്ചത്. അതുകൊണ്ട് അത് ന്യായീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇറാന്റെ ഉപാധികൾ അതുകൊണ്ട് അംഗീകരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ലോകം മുഴുവൻ പറയുന്നത് അങ്ങനെ തന്നെയാണ്. അമേരിക്കയും ഇസ്രായേലും ഈ യുദ്ധം അവരുടെ സൃഷ്ടിയാണ്, അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. അതിന്റെ ഭാഗമായി ഇസ്രായേലിന് വേണ്ടി അമേരിക്ക യുദ്ധത്തിലേക്ക് വന്നു എന്ന് അമേരിക്കക്കാർ പോലും പറയുന്നുണ്ട്. പല പ്രമുഖരും അമേരിക്കയിൽ അവരുടെ പദവികളൊക്കെ ഉപേക്ഷിച്ചു പോകുന്ന കാഴ്ചയും വാർത്തയും നമ്മളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ലോകം മുഴുവൻ പറയുന്ന കാര്യം സുഹൈബ് മൗലവി പറഞ്ഞു. ഇന്നത്തെ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ഈദ് സന്ദേശം കൊടുക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞത്. അത് ചില ആളുകൾക്കൊന്നും പിടിച്ചില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ശരി. തോന്നിവാസം കാണിച്ചത്, താൻ തോന്നിത്തരം കാണിച്ചത് ഇവിടെ അമേരിക്കയും ഇസ്രായേലും തന്നെയാണ്. ലോകം മുഴുവൻ അത് തന്നെയാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് ആത്മീയതയെ കുറിച്ചാണ്. ആത്മീയത അത് നല്ലത് തന്നെയാണ്. കാരണം ഈ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് പല മാന്യന്മാർക്കും ഇപ്പോൾ തലയിൽ മുണ്ടിടാതെ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. പല മാന്യന്മാരുടെയും വൈകൃതങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് നമ്മളൊക്കെ മാന്യന്മാരാണെന്ന് കരുതിയിരുന്ന ആളുകൾ, അവരൊക്കെ ഇത്തരക്കാരാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. അതായത് പലരും മൂക്കത്ത് വിരൽ വെക്കുകയാണ്. ഇത്തരമൊരു അവസ്ഥയുണ്ടായത് ഇതൊന്നും ആരും അറിയില്ല എന്ന് കരുതി അവർ മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില കെണികളിലൊക്കെ ചെന്ന് വീണത്. എന്തായാലും സർവശക്തനായ ദൈവം വലിയവനാണ്. എത്ര വലിയ രഹസ്യമാണെങ്കിലും അതൊരു കാലത്ത് പുറത്തു വരും. അതാണ് ആത്മീയത. അതാണ് ആത്മീയത പഠിപ്പിക്കുന്നത്. അതാണ് ഇവിടെ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ആത്മീയതയെക്കുറിച്ചും അദ്ദേഹം അത് മുറുകെ പിടിക്കണം, ദൈവത്തെ വിശ്വസിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം, നമ്മൾ ആരാധനാ കർമ്മങ്ങളൊക്കെ കൃത്യമായി ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു മതപണ്ഡിതൻ എന്നുള്ള നിലക്ക് അക്കാര്യം അദ്ദേഹം പറയേണ്ടത് തന്നെയാണ്. അദ്ദേഹം ഇവിടെ മോശമായ ഒരു കാര്യവും പറഞ്ഞില്ല. അതിന് മത നിയമങ്ങളൊക്കെ മാറ്റി എഴുതണം എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഉറഞ്ഞു തുള്ളുകയാണ്. ആ മുഴുവൻ കമന്റുകളൊന്നും നിങ്ങളോട് പറയാനോ കാണിക്കാനോ കൊള്ളില്ല. ചില ആളുകൾ സുഹൈബ് മൗലവി എന്തോ അപരാധം ചെയ്തു എന്ന രീതിയിലുള്ള വാർത്തകളും പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ വാർത്തയുടെ തലക്കെട്ട് തന്നെ ചില ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഇറാൻ മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിക്കണം സുഹൈബ് മൗലവി എന്നതാണ് തലക്കെട്ട്. ചില ആളുകൾ അതിന്റെ ഭാഗമായി റീച്ച് ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും അവരവരുടെ ജീവിതമാർഗം അത് ചെയ്യട്ടെ. അതൊന്നും ഇവിടെ ഞാൻ കൂടുതൽ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. അന്നും ഇന്നും സുഹൈബ് മൗലവി പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുകയാണ്.